നിങ്ങളെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചിട്ട് പൈസ വേണോ ചോദിച്ചിട്ടുണ്ടോ? ചുരുക്കം കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കത്തി ബില്ലാവും, ഒരു കാര്യം ചെയ്യും ഗവൺമെൻറ്റിലേക്ക് പോയിക്കോ എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേഗം ഗവൺമെൻറ്റിലേക്ക് പോകും. ഗവൺമെൻറ്റിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എത്തിപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് സൗകര്യങ്ങളും അതുപോലെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാലതാമസം നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. അനവധി പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എന്ത് വേണം? നല്ല പൈസ വേണമെന്ന് പറയും. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഇൻഷുറൻസ് കിട്ടും, നമ്മളെടുക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെടുക്കണം. എല്ലാ രാജ്യങ്ങളിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. നമ്മൾ മാത്രം എന്ത് ചെയ്യും? ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കില്ല. നമ്മൾക്കിപ്പോൾ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസിന് GST ഇല്ല. GST ഇല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം. അപ്പോൾ പ്രീമിയത്തിൽ നല്ലൊരു പൈസ കുറവ് വന്നിട്ടുണ്ട്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് കിട്ടുന്ന അസുഖങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷുറൻസ് മുഖാന്തരം പൈസ ക്ലെയിം ചെയ്ത് മേടിക്കാം. ഇല്ലെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഹോസ്പിറ്റലിലാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് മുഖാന്തരം ഒരു പൈസയും കൊടുക്കാതെ നമ്മളെ ചികിത്സ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയും വൈകിക്കാതെ ആലോചിക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണോ എന്നുള്ളത്. അങ്ങനെ എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തവണകളായിട്ട് അടച്ചിട്ട് തീർക്കാൻ കഴിയുമെങ്കിൽ, ഏത് ഹെൽത്ത് ഇൻഷുറൻസാണ് എടുക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ. ഞാൻ ഇവിടെ താഴെ നമ്പർ കൊടുക്കാം. ഓക്കെ.